മഞ്ഞ് പെയ്യുന്ന താഴ്വാരയിലൂടെ അവളൊരു ചിത്രശലഭത്തെപ്പോലെ പാറി നടന്നു. തനിക്ക് ചുറ്റുമായി വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളിലെ തേൻ ആസ്വദിച്ച് അവൾ സന്തോഷത്തോടെ ചെറുകടിച്ചു കളിച്ചു. സഭ ഉച്ചത്തിലുള്ള ആ കനത്ത ശബ്ദം അവളുടെ നിദ്രയെ ഭംഗപ്പെടുത്തി. കൺമഷി നീട്ടിയെഴുതിയ മിഴികളെ അവൾ വലിച്ചു തുറന്നു. തെന്നിമാറിയ ഉടയാടകളെ ശരീരത്തിലേക്ക് അലസമായി ചുറ്റി. അവനൊന്നെ പാർക്കം വണ്ടിരുക്കേ വേ ഉയരുവാ തമിഴ് ചൊവ്വയിൽ പറഞ്ഞിട്ട് ആ തടിച്ച സ്ത്രീ അവളെ അടിമുടി നോക്കി. നാ വരുവേ താല്പര്യമില്ലാതെ പറഞ്ഞതിനൊപ്പം ആ തടിവാതിൽ അവർക്ക് മുന്നിൽ അടച്ചു. സഭ തമിഴ്നാട്ടിലെ ത്രിസപ്പട്ടം കോളനിയിലെ പേരുകെട്ട മലയാളി വേശ്യ. അവൾ ഒരിക്കലും ഇങ്ങനെയൊരു പേര് ആഗ്രഹിച്ചിട്ടില്ല. അവൾക്ക് ഈ ലോകം മൊത്തം ഒരു ശലഭത്തെപ്പോലെ സ്വതന്ത്രമായി കാണാനായിരുന്നു ഇഷ്ടം. എന്നാൽ ഇന്നവൾ ആ ചായം പൂശിയ 4 ചുവരുകൾക്കുള്ളിൽ കാമപ്രിയുമായി വരുന്ന കഴുകന്മാരുടെ ദാഹം തീർക്കുന്നു. എവിടെയാണ് ആ വലിയ പിഴ സഭയിൽ സംഭവിച്ചത്? വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം 18 തികഞ്ഞ ഉടൻ ഒരുവനിലേക്ക് തന്നെ അവർ തള്ളിവിട്ടപ്പോഴായിരുന്നു അവളുടെ ഭ്രമം കഴിഞ്ഞപ്പോൾ അവൻ അവളെ ഈ വൃത്തികെട്ട ലോകത്തിലേക്ക് തള്ളിയിട്ടു. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ആഴത്തിലേക്ക് സഭ മുങ്ങിത്താഴ്ന്നു. സഭ പിന്നെയും ഉയർന്ന സ്വരത്തിൽ അവൾ അറപ്പോടെ തൻ്റെ ശരീരം കണ്ണാടിയിൽ നോക്കി. ചായങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു കളിപ്പാവയാണ് താൻ. മനസ്സ് ചത്ത കളിപ്പാവ, ശരീരം മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു സുന്ദരിപ്പാവ. അതല്ലേ തൻ്റെ പേര്? എന്നോ വറ്റി വരണ്ടുപോയ തൻ്റെ മിഴികളെ അവൾ തൊട്ടു. കരയാൻ പോലും പറ്റാത്ത ഹതഭാഗിയാണ് സഭ. തൻ്റെ പുറകിൽ നിന്നും അമർത്തിപ്പിടിക്കുന്നവന് വിധേയമായി അവൾ നിന്നു. തിരിച്ചൊരു നോട്ടമോ സ്പർശനമോ നൽകാതെ നിശ്ചലമായ ഒരു പഞ്ഞിമെത്തയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്നവളെ കണ്ടപ്പോൾ അയാൾക്ക് അരിശം തോന്നി. അതിൻ്റെ ഭാഗമായി അവളെ വേദനിപ്പിച്ചു. ഒരു മനുഷ്യ സ്ത്രീ എന്ന ദയ പോലും കൊടുക്കാത്ത ആ നീചൻ സഭയിലെ പെണ്ണിനെ ക്രൂരമായി ഭോഗിച്ചു. എത്ര വേദനിച്ചിട്ടും അവൾ അലറിയില്ല. കല്ല് പ്രതിമ പോലെ അവൾ പുച്ഛച്ചിരിയോടെ കിടന്നു. കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം ആ മുറിയിൽ പടർന്നു. ഒപ്പം അവളുടെ ശരീരത്തിൽ പല ഭാഗത്തായി രക്തം കട്ട പിടിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും മനങ്ങാത്തവളെ അവൻ അതിശയത്തോടെ നോക്കി. നിനക്ക് ജീവനില്ലേ? നിശ്ചലമായ സഭയുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുന്നേ കൊന്നതാണ്. ഇപ്പോൾ നീ കിടക്കുന്നത് എൻ്റെ ശവത്തിലാണ്. ഒട്ടും മയമില്ലാതെ അവൾ പറഞ്ഞു. ഛേ! അയാൾ വെറുപ്പോടെ അവളെ തള്ളി മാറ്റി എഴുന്നേറ്റ് പോയി. സഭ ആത്മനിർവൃതിയോടെ പൊട്ടിച്ചിരിച്ചു, നഗ്നയായി കിടന്നുകൊണ്ട്. ഇതാണോ സഭ മേഡം? വലിയ ചുവരിലായി സർവ്വാലങ്കാരങ്ങളുമായി ഒരുവൾ. കണ്ണുകൾ ആരെയും ചുട്ടരിക്കാൻ പാകത്തിനുള്ള നോട്ടം. വശ്യ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപം. അതായിരുന്നു ആ ചിത്രം. മാധ്യമപ്രവർത്തകയായ ചാരു ആ ചിത്രം തൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. വരൂ. അവിടെയുള്ള ആ സ്ത്രീ അവളെ ചുവന്ന ചായം പൂശിയ വാതുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ നാടിനെ മൊത്തം ഭ്രമിപ്പിച്ച നിങ്ങൾ അന്വേഷിച്ചു വന്ന സഭയെന്ന എഴുത്തുകാരിയായ വേശ്യ. പറഞ്ഞു തീരുന്നതിൻ്റെ ഒപ്പം ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ചാരുവിനെ പ്രതീക്ഷിക്കുന്നു എന്ന വണ്ണം സഭ അണിഞ്ഞൊരുങ്ങി അവൾക്കായി കാത്തിരിക്കുന്നു. ഇരിക്കൂ. സഭയുടെ മുന്നിലായി കിടന്ന കസേരയിലേക്ക് ചാരു വിനയപൂർവ്വം ഇരുന്നു. ചോദിച്ചോളൂ. തീർത്തും ശാന്തമായ സ്വരം. ഒരു വേശ്യ എഴുത്തുകാരിയായിരിക്കുന്നു. അവളുടെ രചനകൾ കത്തിച്ചു കളയണം. അങ്ങനെയുള്ള പരാമർശങ്ങളെ ഈ സമൂഹത്തിൽ നിന്നും തന്നെ പുറത്താക്കണം. ചാരു മേശമേലിരുന്ന ആ മാസികയിലെ വരികൾ വെച്ചു. ഇതിനെക്കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? ഞാനൊരു എഴുത്തുകാരിയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ കുറിച്ചത് എൻ്റെ ജീവിതമാണ്. ചവറ്റു കുമ്പാരത്തിൽ വീണുപോയ ഒരു പെണ്ണിൻ്റെ കഥ. അതാണ് സഭ വേശ്യയുടെ ജീവിതമെന്ന പുസ്തകം. ആ പുസ്തകത്തിൽ മാഡം മുഴുവൻ പുരുഷ സമൂഹത്തെയും ആക്ഷേപിക്കുന്നുണ്ട്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിമർശനം അത് കേൾക്കാത്ത ആരുണ്ട് ഈ ലോകത്ത്? എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്ന ഈ ലോകം അവസാനിക്കുമ്പോൾ മാത്രം ആ വാക്ക് അവസാനിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെയായത് ഒരു പുരുഷൻ കാരണമാണ്. എന്നെ വേശ്യയാക്കി മാറ്റിയത് ഒരു പുരുഷ സമൂഹമാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ എഴുതണ്ടേ? സഭ പുഞ്ചിരിയോട് ചോദിച്ചു. 1000 വേദന കടിച്ചമർത്തിയ ചിരിയായി ചാരുവിനത് തോന്നി. പിന്നെ എന്നെ മാഡമെന്ന് വിളിക്കുന്നു നിർത്തൂ. സഭ
അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. ചാരു അതിന് ഇളം പുഞ്ചിരി നൽകി. സഭയുടെ പുസ്തകത്തിലൂടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിൽ എനിക്ക് ആനന്ദം തോന്നുന്നു. ഞാൻ കാരണം അവരുടെ ജീവിതം ഈ ലോകം കണ്ടല്ലോ. അതിൽ മിക്കവരും എനിക്ക് കത്തുകൾ എഴുതിയിരുന്നു. ഇനിയും ഇതുപോലെ പുസ്തകങ്ങൾ എഴുതി ചരിത്രം സൃഷ്ടിക്കാൻ. അവസാനമായി ഒരു ചോദ്യം കൂടി സഭ. ഒരുപക്ഷെ നിങ്ങൾ വേശ്യ അല്ലായിരുന്നെങ്കിൽ സഭയ്ക്ക് ആരാകാനായിരുന്നു ഇഷ്ടം? അതിനവർ ഒരു ചിരി നൽകി. ആരെ മയക്കുന്ന കണ്ണുകൾ. അന്നേരം വേദനയിൽ തിളങ്ങി. നരബാധിച്ച മുടിയിഴകളും അല്പം ചുളുങ്ങി തുടങ്ങിയ ശരീരവുമായി അവർ പുറത്തേക്ക് പോയി. അപ്പോൾ അവർക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരു കുഞ്ഞു ശലഭത്തെ ചാരു കണ്ടു. പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം.